ഏഴാം ക്ലാസ്സിലെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ മലയാളം തർജ്ജമയാണ് കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിക്കി എന്ന് പറയുന്നൊരു കുട്ടിയുടെ കഥയാണ്. റിക്കി എന്ന് പറയുന്നൊരു കുട്ടി എപ്പോഴും അലക്ഷ്യമായി അവൻ്റെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഫുട്ബോളുകളും അതുപോലെ തന്നെ അവൻ്റെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് വൃത്തിയില്ലാതെ കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. തീരെ അടക്കുകയും ഒതുക്കുകയും ചെയ്യില്ല എന്ന് നമ്മൾ പറയില്ലേ, അതുപോലത്തെ ഒരു കുട്ടിയാണ് നമ്മുടെ റിക്കി. അപ്പോൾ റിക്കിയുടെ അമ്മ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നൊരു വ്യക്തിയാണ്. അതായത് ബാങ്ക് ജോലിക്കാണ് റിക്കിയുടെ അമ്മ പോകുന്നത്. അപ്പോൾ അമ്മ പോകുന്നതിന് മുമ്പ് റിക്കിനോട് പറയും, റിക്കി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി നീ വെക്കണം, നിൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം, തുണികളൊക്കെ ഒന്ന് അലക്കി ഇടാനായിട്ട് നമ്മുടെ റിക്കിനോട് പറയും. റിക്കി ഇതൊന്നും ചെയ്യില്ല. അങ്ങനെ അവർ ഒരു റോബോട്ടിനെ മേടിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒരു ബട്ട്ലർ എന്ന് പറയുന്നൊരു റോബോട്ടിനെ അവർ മേടിക്കുകയുണ്ടായി. റോബോട്ട് വീട്ടിലേക്ക് വരികയും പാത്രം കഴുകുകയും അതുപോലെ തന്നെ അലക്കുകയും തുണിയൊക്കെ ഇസ്തിരി ഇടുകയും അങ്ങനെ എല്ലാ പണികളും ചെയ്യുന്നൊരു റോബോട്ടാണ് കേട്ടോ. വളരെ കൃത്യമായി തൻ്റെ ജോലികളൊക്കെ നിർവഹിക്കുന്നൊരു റോബോട്ടിനെ തന്നെയാണ് അവർ മേടിച്ചത്. നമ്മുടെ റിക്കിക്കും അത് മനസ്സിലാവും. റിക്കിയുടെ റൂമൊക്കെ ഇത്രയും ക്ലീനായി കിടക്കുന്നത് കാണുമ്പോൾ റിക്കി ചോദിക്കലുണ്ട്, എന്താ റോബോട്ടിന് വളരെ വൃത്തിയുള്ളൊരു റോബോട്ടാണെന്ന് നമ്മുടെ റിക്കിക്കും മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ റോബോട്ടിൻ്റെ പ്രധാനപ്പെട്ട ജോലി നമ്മുടെ റിക്കിയുടെ സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കലാണ് നമ്മുടെ റോബോട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അങ്ങനെ ഒരു ദിവസം റിക്കിയുടെ ഒരു ടീഷർട്ടും ഫുട്ബോളും കാണാനില്ല. അപ്പോൾ റിക്കി എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ അമ്മേനോടൊക്കെ ചെന്ന് ചോദിക്കും, എൻ്റെ ഫുട്ബോൾ കണ്ടോ, എൻ്റെ ടീഷർട്ട് കണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ കിട്ടിയില്ല എന്ന് പറയും. അങ്ങനെ നമ്മുടെ റിക്കിക്ക് സംശയമാവാണ് നമ്മുടെ റോബോട്ടിനെ. അങ്ങനെ റോബോട്ടിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഒരു ദിവസം നമ്മുടെ റോബോട്ട് റിക്കിയുടെ ടീഷർട്ട് എടുത്തിട്ട് നമ്മുടെ സ്റ്റോർ റൂമിലാണ് കൊണ്ടുവയ്ക്കുന്നത്. റിക്കിയുടെ അൽമാരിലല്ല വെക്കുന്നത്, സ്റ്റോർ റൂമിലാണ് റിക്കിയുടെ ഷർട്ടെല്ലാം കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ റിക്കിക്ക് മനസ്സിലാവാണ് ഈ റോബോട്ടിന് എന്തോ തകരാറുണ്ട്, അതുകൊണ്ടല്ലേ അത് സ്റ്റോർ റൂമിലേക്ക് ഡ്രസ്സുകളെല്ലാം കൊണ്ടുവയ്ക്കുന്നത്. നമ്മുടെ റിക്കി മനസ്സിലാവാണ്. അങ്ങനെ പിതാവിനോട് റിക്കി ഇത് പറയുകയാണ്. പിതാവ് അപ്പോൾ സമ്മതിക്കുന്നില്ല. റോബോട്ട് നല്ല പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്, റോബോട്ടിന് തകരാറൊന്നുമില്ല എന്ന് റിക്കിയുടെ ഫാദർ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും തർക്കത്തിലാവുകയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഇടയിൽ നമ്മുടെ റോബോട്ടിൻ്റെ മെഷീൻ ശബ്ദത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോബോട്ട് റിക്കിയുടെ ടീഷർട്ടുമായിട്ട് വരികയാണ്. അപ്പോൾ എടാ കള്ള എന്നൊക്കെ നമ്മുടെ റിക്കി വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റോബോട്ട് പറയുന്നുണ്ട്, എൻ്റെ പ്രോഗ്രാമെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്, ഇവിടെ പാത്രങ്ങൾ കഴുകുന്നു എല്ലാം നമ്മുടെ റോബോട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോബോട്ട് പറയാണ്, ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ നിലത്തിടുന്നത് അതെല്ലാം കളയാനോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കാനോ ആണ് ഞങ്ങളുടെ പ്രോഗ്രാം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. റിക്കി ഇങ്ങനെ വലിച്ചെറിയുന്ന സാധനങ്ങളെല്ലാം ആവശ്യമില്ലാത്തതാണെന്ന് കരുതിയിട്ടാണ് നമ്മുടെ റോബോട്ട് ഇതെല്ലാം എടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുന്നത്. സ്റ്റോർ റൂമിൽ മാത്രമല്ല, റോബോട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്കും കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ റിക്കിക്ക് മനസ്സിലാവാണ് റോബോട്ടിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല, റോബോട്ട് ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന്. അങ്ങനെ നമ്മുടെ റിക്കിയും റോബോട്ടിനെ കണ്ട് പഠിക്കുകയാണ് പിന്നെ.